ഗുഡ് മോർണിംഗ് ഓൾ. ഐ ആം ഫിലിപ്പ്. ഇന്നത്തെ എൻ്റെ പൈത്തണിലെ ടോപ്പിക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് ഇൻ പൈത്തൺ ആണ്. ഒരു പ്രോഗ്രാമിന് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഇൻപുട്ട് ഡാറ്റ ഒബ്റ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ആ പ്രോഗ്രാം തിരിച്ച് അതിൻ്റെ റിസൾട്ട് യൂസറിന് ഡിസ്പ്ലേ ചെയ്യുകയും വേണം. യൂസറിന് ഈ കീബോർഡ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സസ് ഡാറ്റാബേസ് വഴിയോ ഇൻപുട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സസ് വഴിയോ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാവുന്നതാണ്. നമ്മൾ പൈത്തണിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷനായ ഇൻപുട്ട് ഫംഗ്ഷനാണ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ ഫംഗ്ഷനായ പ്രിൻറ്റ് ഫംഗ്ഷനാണ് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് പൈത്തൺ ഇൻപുട്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് പൈത്തൺ ഇൻപുട്ട് ഫംഗ്ഷനാണ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഓഫ് പ്രോംപ്റ്റ് എന്നാണ്. ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അത് നമ്മൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. അത് ഓപ്ഷണലാണ്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഓഫ് എൻ്റർ എ നമ്പർ. അങ്ങനെ പറയുമ്പോൾ ഈ എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അവിടെ നമ്മൾ ഈ വാല്യൂ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ എൻ്റർ ചെയ്ത 10 എന്ന വാല്യൂ ഒരു സ്ട്രിങ് ആണ്, അതൊരു നമ്പറല്ല. അപ്പോൾ അതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ഇൻറ്റ് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫ്ലോട്ട് ഫംഗ്ഷനോ യൂസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ നോക്കിയാൽ ഇൻറ്റ് ഓഫ് 10 എന്ന് കൊടുത്താൽ 10 എന്ന ഇൻറ്റീജർ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യും. ഫ്ലോട്ട് ഓഫ് 10 എന്ന് കൊടുത്താൽ 10.0 എന്ന ഫ്ലോട്ട് ഡെസിമൽ വാല്യൂ നമുക്ക് തിരിച്ചു തരും. ഈ സെയിം ഓപ്പറേഷൻ നമുക്ക് ഇവാൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഇവാൽ ഫംഗ്ഷൻ ഈവൻ ഈ എക്സ്പ്രഷൻസ് കൂടെ ഇവാലുവേറ്റ് ചെയ്യും. അടുത്തതായി നമുക്ക് പൈത്തൺ ഔട്ട്പുട്ട് നോക്കാം. യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റ മേടിച്ച് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അതിൻ്റെ റിസൾട്ട് യൂസറിന് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അത് ആ കൺസോളിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 5. ഇവിടെ എ 5 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പ്രിൻറ്റ് വാല്യൂ ഓഫ് എ ഈസ് എ. ഇവിടെ ഔട്ട്പുട്ട് വരുന്നത് ദ വാല്യൂ ഓഫ് എ ഈസ് 5 എന്ന് വരും. നമ്മുടെ പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ആക്ച്വൽ സിൻടാക്സ് എന്ന് പറയുന്നത് പ്രിൻറ്റ് ഒബ്ജക്റ്റ് സ്റ്റെപ്പ് കൊടുക്കുന്നു, എൻഡ് /n ഫയൽ നെയിം കൊടുക്കുന്നു, ഫ്ലഷ് ഈക്വൽ ടു ഫോൾസ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യാനുള്ള വാല്യൂസാണ്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാല്യൂസിൻ്റെ ഇടയ്ക്ക് വരുന്ന സെപ്പറേറ്ററാണ്. അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് സ്പേസ് ക്യാരക്ടറാണ്. എല്ലാ വാല്യൂസും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എൻഡ് പ്രിൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ന്യൂ ലൈനാണ്. ഫയൽ എന്ന് പറയുന്നത് ഈ പ്രിൻറ്റ് ചെയ്ത വാല്യൂ എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്ന സ്ഥലമാണ്. ഡിഫോൾട്ട് എന്ന് പറയുന്നത് system.std ഔട്ട് എന്ന് പറയുന്നത് സ്ക്രീനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഫോർമാറ്റ് ഉപയോഗിക്കുന്നു. ഇത് നമുക്ക് str.format ഫംഗ്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് അട്രാക്റ്റീവ് ആക്കാവുന്നതാണ്. ഈ മെത്തേഡ് ഏത് സ്ട്രിങ്ങിനും വിസിബിളാണ്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എക്സിന് 5 എന്നും വൈക്ക് 10 എന്നും വാല്യൂ അസൈൻ ചെയ്യുന്നു. പ്രിൻറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഈസ് കേർലി ബ്രേസസ് ആൻഡ് വൈ ഈസ് കേർലി ബ്രേസസ് ഡോട്ട് ഫോർമാറ്റ് x5 കൊടുക്കുന്നു. ഔട്ട്പുട്ട് വരുമ്പോൾ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് 5 ആൻഡ് വൈ ഈസ് 10 എന്ന് പറയുമ്പോൾ വരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കേർലി ബ്രേസസ് എന്ന് പറയുന്നത് പ്ലേസ് ഹോൾഡേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഓർഡർ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ട്യൂപ്പിൾ ഇൻഡെക്സ് വെച്ച് ഇതിൻ്റെ ഓർഡർ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. പൈത്തൺ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫോർമാറ്റിംഗ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.